Children are as delicate as our eyes. Like the eyes which need the protection of eyelids, children need the care and protection of adults. പ്രശസ്ത ഹൃദ്രോഗ വിദഗ്ധനും എഴുത്തുകാരനുമായ ഡോക്ടർ നിരഞ്ജൻ സെഹാദ്രിയുടെ വാക്കുകളാണിവ. കുട്ടികൾ നമ്മുടെ കണ്ണുകൾ പോലെ മൃദുവാണ്. കണ്ണിനെ കൺപോളകളാൽ സംരക്ഷിക്കുന്നത് പോലെ കുട്ടികൾക്ക് മുതിർന്നവരുടെ സംരക്ഷണം ആവശ്യമാണ്. കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ സമൂഹത്തിന്റെ ജീർണ അവസ്ഥയെ ചൂണ്ടിക്കാണിക്കുന്നു. ഈ ഒരു അവസരത്തിൽ കുട്ടികളെ സംരക്ഷിക്കേണ്ടത് വളരെ അനിവാര്യമാണ്. കുഞ്ഞുങ്ങൾ നമ്മുടെ ഭാവി വാഗ്ദാനമാണ്. കുട്ടികളുടെ സംരക്ഷണത്തിനു വേണ്ടി ഒരുപാട് നിയമങ്ങളുണ്ട്. എന്നാൽ പലരും ഇതിനെക്കുറിച്ച് ബോധവാന്മാരല്ല. നാം ഈ നിയമങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. കുട്ടികൾക്ക് എതിരെയുള്ള അതിക്രമങ്ങൾ തടയുവാൻ നിലവിൽ വന്ന നിയമമാണ് പോക്സോ നിയമം. പലർക്കും എന്താണ് പോക്സോ നിയമമെന്നോ അതിന്റെ ലക്ഷ്യം എന്തെന്നോ അതിന്റെ ശിക്ഷാ നടപടികൾ എന്താണെന്നോ അറിയില്ല. എന്നാൽ ഈ നിയമത്തെക്കുറിച്ച് അധ്യാപകരും വിദ്യാർത്ഥികളും മാതാപിതാക്കളും സമൂഹത്തിലെ ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ടതാണ്. അതിനാൽ പോക്സോ നിയമത്തെക്കുറിച്ചും അതിന്റെ ശിക്ഷാ നടപടികളെക്കുറിച്ചും നമ്മോട് സംസാരിക്കാനായി എത്തിയിരിക്കുന്നത് അഭിഭാഷകയായ മഞ്ജു മാത്യുവാണ്. നമുക്ക് അവരുടെ വാക്കുകൾ ശ്രവിക്കാം. എൻ്റെ പേര് ദിവ്യ തങ്കച്ചൻ. ഞാൻ പാലാ സെൻറ് തോമസ് കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷനിലെ അധ്യാപക വിദ്യാർത്ഥിനിയാണ്. ഞങ്ങളുടെ കരിക്കുലത്തിൻ്റെ ഭാഗമായി ഉള്ള ഡോക്യുമെൻ്ററിയിൽ പോക്സോ ആക്ടിനെ പറ്റി ഒരു ഡോക്യുമെൻ്ററി തയ്യാറാക്കാനുണ്ട്. പ്രസ്തുത ഡോക്യുമെൻ്ററിയിൽ ഇന്ന് പോക്സോ നിയമങ്ങളെ പറ്റി നമുക്ക് അറിവുകൾ പങ്കുവയ്ക്കുന്നത് പാലാ കോടതിയിൽ അഭിഭാഷകയായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന അഡ്വക്കേറ്റ് മഞ്ജു മാത്യുവാണ്. നമസ്കാരം മാഡം, എന്താണ് പോക്സോ ആക്ട്? അതിനെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ? പോക്സോ ആക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസ് ആണ്. എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ ലൈംഗിക അതിക്രമവും ചൂഷണവും ഒക്കെ തടയുക എന്ന ലക്ഷ്യത്തോടു കൂടി ഇന്ത്യൻ പാർലമെന്റ് 2012 നടപ്പിലാക്കിയ ഒരു നിയമമാണ് പോക്സോ ആക്ട് എന്ന് പറഞ്ഞാൽ. ഇതുപ്രകാരം ഒരു കംപ്ലൈൻറ്റ് നമ്മൾ ഫയൽ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ 1 വർഷത്തിനുള്ളിൽ ഇത് തീർപ്പാക്കണമെന്നാണ് ഇതിൻ്റെ നിയമം. പിന്നെ നമ്മുടെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഒരു പോക്സോ കോടതി ഉണ്ടായിരിക്കുന്നതാണ്. എങ്ങനെയാണ് നമുക്ക് കുട്ടികളെ ഈ നിയമത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് സംരക്ഷിക്കുവാൻ സാധിക്കുന്നത്? ഇങ്ങനെയൊരു പ്രശ്നം കുട്ടികൾക്ക് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഇതിനെ ഫേസ് ചെയ്യാമെന്ന് നമ്മൾ അവരെ ബോധവൽക്കരിക്കണം. എങ്ങനെയാണെന്ന് ചോദിച്ചെന്നാൽ അവർക്ക് ലൈംഗിക വിദ്യാഭ്യാസം കൊടുത്ത് എന്താണ് അവരുടെ ലൈംഗിക അതിക്രമവും ചൂഷണത്തിനെ കുറിച്ച് ഒരു ക്ലാസ് എടുത്ത് അവരെ പഠിപ്പിക്കണം. അതുപോലെ തന്നെ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മാതാപിതാക്കളോടും അധ്യാപകരോടും പറയുവാനുള്ള ഒരു തുറന്ന് പറയാൻ സാധിക്കുമെന്ന് അവർക്ക് നമ്മൾ പറഞ്ഞ് പഠിപ്പിക്കണം. അതുപോലെ തന്നെ എന്നു ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ശരീരത്തെ ടച്ച് ചെയ്യാൻ അവരുടെ അനുവാദം കൂടാതെ ആർക്ക് ടച്ച് ചെയ്യാൻ സാധിക്കില്ല, അങ്ങനെ ഒരു റൈറ്റ് അവർ ഉണ്ടെന്നുള്ളത് അവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം. പിന്നെ ബാഡ് ടച്ച് ഗുഡ് ടച്ച് ഒക്കെ അവരെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. ഇതിലൂടെ നമുക്ക് അവരെ സംരക്ഷിക്കാനായിട്ട് സാധിക്കും. ഇപ്പം നമ്മുടെയൊക്കെ ഇന്നത്തെ കാലത്ത് ഈ പോക്സോ കേസുകളൊക്കെ വർദ്ധിച്ചു വരികയാണ്. അപ്പം അധ്യാപകരുടെ കയ്യിൽ ഇങ്ങനെ ഒരു കേസ് ശ്രദ്ധയിൽപ്പെട്ടാൽ എങ്ങനെയാണ് അതിനെ കൈകാര്യം ചെയ്യേണ്ടത്? അധ്യാപകർ ഇങ്ങനെ ഒരു കുട്ടിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നു എന്ന് മനസ്സിലായി കഴിഞ്ഞ ഉടൻ തന്നെ ആ കുട്ടീനെ ഒരു കൗൺസിലിങ്ങിന് ആ കൊച്ചിനെ ഒന്ന് കൗൺസിലറിൻ്റെ അടുത്ത് കൊണ്ട് കൗൺസിലിങ് കൊടുക്കണം. വൈദ്യപരിശോധനയൊക്കെ ആവശ്യമുണ്ടെങ്കിൽ അത് കൊടുക്കണം. അതോടൊപ്പം തന്നെ ഈ കുട്ടിക്ക് വേണ്ടിയിട്ട് അതിന് നീതി ലഭിക്കുന്നത് വരെ, സംരക്ഷണം കിട്ടുന്നത് വരെ അതിനോടൊപ്പം കൂടെ നിന്നുകൊണ്ട് അവസാനം വരെ അതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കണം.
ഇന്നത്തെ കാലത്ത് ഇപ്പം നമ്മുടെ ഇന്നത്തെ സമൂഹത്തിലെ പോക്സോ കേസുകളൊക്കെ വർദ്ധിച്ചു വരികയാണ്. അപ്പോൾ ഈ ഒരു നിയമം ഇന്നത്തെ കാലത്ത് അതിൻ്റെ പ്രസക്തി എന്താണ്? ഇന്ന് പോക്സോ ഈ കോടതിക്കും ഈ നിയമത്തിനും ഒക്കെ ഒത്തിരിയേറെ പ്രസക്തിയുണ്ട്. എന്തുകൊണ്ടെന്നാൽ ലഹരി ഉപയോഗങ്ങളുടെ വളരെയധികം വർദ്ധിച്ചിരിക്കുകയാണ് ഇന്ന്. അപ്പോൾ കുട്ടികൾക്കൊരു ഈ ലഹരി ഉപയോഗിക്കുന്നവരാണല്ലോ കൂടുതൽ ഇന്ന് ഈ പോക്സോ കേസിൽ പെടുന്നതും. അത് കഴിഞ്ഞ് അവർ വേറൊരു മാനസികാവസ്ഥയിലേക്ക് വന്നു കഴിയുമ്പോഴാണല്ലോ ഇങ്ങനെയൊക്കെ മറ്റുള്ള കുട്ടികളെ ചൂഷണം ചെയ്യാനും ഒക്കെ അതിക്രമങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഈ പോക്സോ നിയമം വന്നതോടുകൂടി ഇവർക്ക് ശിക്ഷ മാക്സിമം നേടിക്കൊടുക്കുന്നതിന് കുട്ടികൾക്ക് സാധിക്കും. കുട്ടികളൊക്കെ തുറന്നു പറയാനായിട്ട് അവർക്ക് സാധിക്കുന്നുണ്ട്. പിന്നെ കുട്ടികൾ അല്ലെങ്കിൽ അവരെ ഈ ഇത്തരം അപകടങ്ങളിൽ നിന്ന് അവർ തന്നെ സ്വയം രക്ഷിക്കാൻ വേണ്ടി അവർക്ക് എന്തൊക്കെ പ്രതിരോധ മാർഗങ്ങളാണ് നാം പറഞ്ഞു കൊടുക്കേണ്ടത്? പ്രതിരോധ മാർഗങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ഒന്നാമതായിട്ട് വിദ്യാഭ്യാസം, അതായത് സ്കൂളുകളിലൊക്കെ ഈ പോക്സോ നിയമത്തെക്കുറിച്ചും ഈ ലൈംഗിക വിദ്യാഭ്യാസത്തെക്കുറിച്ചും ബോധവൽക്കരണ ക്ലാസ്സുകൾ, പിന്നെ അതുകൊണ്ടുള്ള ഒരു സ്ക്രീൻ പ്രസൻ്റ് ഒക്കെ ചെയ്ത് ഇതിനെക്കുറിച്ച് അത് എന്താണ് ഈ കേസിന്റെ പരിധിയിലേക്ക് വരുന്നത് കുട്ടികളുടെ അതിന്റെ വീഡിയോസൊക്കെ കാണിച്ചും സ്കൂളുകളിലൊക്കെ. പിന്നെ അതുപോലെ തന്നെ അവർക്ക് കുട്ടികളുടെ അതിക്രമം തടയുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് ഈ ബാഡ് ടച്ച് ഗുഡ് ടച്ച് അതെല്ലാം പറഞ്ഞു കൊടുക്കുക. പിന്നെ അവർക്ക് ഈ പോക്സോ നിയമം വന്നതോടുകൂടി കുട്ടികളും അതിൻ്റെ അധ്യാപകരും ഒക്കെ ഒരു ഫ്രണ്ട്ലി റിലേഷനാണ്. അപ്പം അവർക്ക് ഏറ്റവും വിശ്വസ്തരായിട്ട് എല്ലാ മാതാപിതാക്കളോടും നമുക്ക് പറയാനായിട്ട് സാധിക്കില്ലെങ്കിലും അധ്യാപകരോട് ഇത് ഫ്രീ ആയിട്ട് പറയാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഇന്നത്തെ കാലത്ത് കുട്ടികൾക്കും മാതാപിതാക്കൾക്കും പോക്സോ നിയമത്തെ പറ്റി മാഡത്തിന് നൽകാനുള്ള ഒരു സന്ദേശം എന്താണ്? സന്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, ഇങ്ങനെയൊക്കെ ഒരവസ്ഥ ഈ അതിക്രമത്തിനൊക്കെ ഇരയായി കഴിഞ്ഞാൽ നമ്മൾ ആത്മഹത്യയിലേക്കും മറ്റും പോകാതെ സധൈര്യം മുമ്പോട്ട് വന്ന് ഇങ്ങനെ ഒരു നിയമമുണ്ട്, ആ നിയമം അനുസരിച്ച് മുമ്പോട്ട് പോയി പ്രതിക്ക് മാക്സിമം ഒരു ശിക്ഷ കൊടുക്കത്തക്ക വിധത്തിൽ കോടതിയെ സമീപിച്ച് അതിൻ്റെ നേട്ടങ്ങൾ നേടിയെടുക്കണം എന്നാണ് എനിക്ക് അവർക്ക് നൽകാനുള്ളത്. നിയമത്തെ പറ്റിയുള്ള ഒരു അവയർനെസ് അവർക്ക് കൊടുക്കണം. കുട്ടികളെയും അതിനെപ്പറ്റി ബോധവൽക്കരിക്കണം, മാതാപിതാക്കളെ. ഇത്രയും സമയം പോക്സോ നിയമത്തെ പറ്റി നമുക്ക് വേണ്ടി അറിവുകൾ പങ്കുവച്ച അഡ്വക്കേറ്റ് മഞ്ജു മാത്യു മാഡത്തിന് വളരെ നന്ദി. ഇത്രയും സമയം സഹകരിച്ചതിന് വളരെ നന്ദി. ഭാവിയുടെ വാഗ്ദാനമായ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും സമൂഹത്തിലെ ഓരോ അംഗത്തിന്റെയും തുല്യ അവകാശമാണ്. കുഞ്ഞുങ്ങളെ നമ്മുടെ കണ്ണിലെ കൃഷ്ണമണി പോലെ കരുതാനും സംരക്ഷിക്കുവാനും നമുക്ക് സാധിക്കട്ടെ. ഈ ഡോക്യുമെന്ററിയിലൂടെ എന്താണ് പോക്സോ നിയമമെന്നും അതിന്റെ ശിക്ഷ എന്താണെന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു. ഇതുവഴി നല്ലൊരു സമൂഹത്തെ കെട്ടിപ്പടുക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഓരോ കുഞ്ഞിന്റെയും മുഖത്ത് വിരിയുന്ന പുഞ്ചിരി നമ്മുടെ ഉത്തരവാദിത്തമായിരിക്കട്ടെ.